ആർഷോ, എന്തുകൊണ്ടാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തുണ്ടെന്നൊരു നിരീക്ഷണം വരുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അവിടുത്തെ ബോർഡ് കണ്ടു എന്നുള്ളതല്ല. ഇന്നലെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ മരണമറിഞ്ഞ് തൊട്ടടുത്ത മണിക്കൂറുകളിൽ മാത്രം അവിടേക്ക് ബോർഡുകൾ തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലടക്കം സ്ഥാപിച്ചിരുന്നത് ചുമന്നു കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ, അവിടുത്തെ ജനം വളരെ കൃത്യമായി കണ്ടിട്ടുണ്ടെന്നും അതിനെ അവർ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട് എന്നുമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് തന്നെ നിൽക്കും. ഇനി കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർക്കിടയിലുള്ള കലഹങ്ങൾ അത് ഈ ഘട്ടമെത്തുമ്പോഴേക്കും അങ്ങാടിപ്പാട്ടായി മാറുന്ന നിലയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത് മൂർച്ഛിക്കുമെന്നുള്ളതിനെക്കുറിച്ച് വേറെ തർക്കത്തിനൊന്നും ഇടയുണ്ടാകും എന്നും കരുതുന്നില്ല. ഈ ഇൻസിഡന്റ് ഉൾപ്പെടെ പോയ കാലത്ത് എങ്ങനെയായിരുന്നോ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന പേര് വീണത്, ആ പേര് അരക്കെട്ടുറപ്പിക്കുന്ന ഇൻസിഡൻ്റായി ഇന്നലത്തെ ഇൻസിഡൻറ്റ് മാറി എന്നുള്ളതിനകത്തൊരു തർക്കവുമില്ല. അവർ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ അങ്ങേയറ്റം നാട്ടിലെ ജനങ്ങളിൽ നിന്ന് അകന്ന് ജനങ്ങൾക്ക് വേണ്ടാത്തവരായി കേരളത്തിലെ UDF മാറുന്നിടത്തു നിന്നാണ് ഏത് വിജയനെയും, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഏത് പ്രതിസന്ധിയെയും, ഏത് മരണത്തെയും, ഏത് അനിഷ്ടസംഭവത്തെയും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇവരുടെ മനസ്സ് ചെന്നെത്തി നിൽക്കുന്നത്. അതിനെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് 23-ാം തീയതി ഈ നാട് ഡോക്ടർ കെ.പി. പ്രേം